Hello, welcome to my channel Homemade. ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസമാണ് പേരയ്ക്ക പായസം. പേരയ്ക്ക എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പേരയ്ക്കയ്ക്ക് സാധിക്കും. പേരയ്ക്ക കൊണ്ടുള്ള പായസം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ പായസം വെക്കാനായിട്ട് ഞാൻ ഏകദേശം 1 കിലോയോളം പേരയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നല്ലതെന്ന് പറയുന്നത് പഴുത്ത് തുടങ്ങുന്ന പേരയ്ക്കയാണ്. ഒത്തിരി പഴുത്ത് പോകരുത്, എന്നാൽ പച്ചയും ആയിരിക്കരുത്. ഇതിനിടയ്ക്കുള്ള പഴുത്ത് തുടങ്ങിയ പേരയ്ക്കയാണ് പായസം വെക്കാനായിട്ട് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ദശയ്ക്ക് കട്ടിയുള്ള പേരയ്ക്ക നോക്കി വേണം എടുക്കാനായിട്ട്. കുരു കുറവുള്ളതായിരിക്കണം. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്ലഷ് ഉണ്ടാവും അതിൽ നിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പേരയ്ക്ക നോക്കിയെടുത്ത് ഇതുപോലെ തൊലി ചെത്തിക്കളഞ്ഞ് അതിൻ്റെ കുരു നമുക്ക് മാറ്റിയെടുക്കാം. പുറമേയുള്ള മാംസം ഭാഗം മാത്രം എടുക്കുക. ഉള്ളിലുള്ള കുരുവിൻ്റെ പോർഷൻ നമുക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ എല്ലാ പേരയ്ക്കയും ക്ലീൻ ചെയ്ത് നമുക്ക് മുറിച്ചെടുക്കാം. പേരയ്ക്കയെല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് പീസാക്കി എടുക്കുക. ഇത് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് കുക്കറിൽ വെച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. 3 വിസിൽ കഴിയുമ്പോഴേക്കും കുക്കർ ഓഫ് ചെയ്ത് ആവി പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് ആ വെള്ളവും ചേർത്ത് തന്നെ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അത് വെന്തോളും. ഇപ്പോൾ ഇതാ ഞാനെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ നെയ്യ് ചേർത്തൊന്ന് വരട്ടിയെടുക്കണം. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ നെയ്യ് വേണ്ടി വരും. ആദ്യം കുറച്ച് നെയ്യ് ചേർക്കുക. പതുക്കെ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിനകത്തേക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി 1 കപ്പ് ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പെന്ന് പറയുന്നത് ഞാൻ 240 ml കപ്പിൻ്റെ സൈസാണ് പറയുന്നത്. ആ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് കുറഞ്ഞു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ ഓരോ ടേബിൾ സ്പൂണോളം നെയ്യ് വീതം നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വരണ്ടു വരുന്നവരെ നന്നായിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ ഇളക്കണം, എന്നാലേ അതിനകത്തേക്കെല്ലാം നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അടിയിലൊന്നും പിടിക്കാതെ കിട്ടണമെങ്കിൽ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കഴിഞ്ഞു. ഇതൊരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ 240 ml കപ്പിൽ ഒരു 1.5 കപ്പിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 1.25 കപ്പോളം എടുത്തിട്ടുണ്ട്. മധുരം കുറച്ച് മതി എന്നുള്ളവർ 1.5 കപ്പ് എടുത്താൽ മതിയാവും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഈ പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ പഞ്ചസാര മെൽറ്റായി വരുമ്പോഴേക്കും ഒന്നുകൂടെ ലൂസാവും. ഇത് നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് ചൂടാക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കയും ഒരല്പം പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ്. 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ നന്നായി വരട്ടിയെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ പാല് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പശുവിൻ പാലാണ്. ഇത് നന്നായിട്ട്
ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് മുഴുവനും കൂടെ ഒഴിക്കുന്നതിൽ നല്ലത് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലും കൂടെ ചേർക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ കുറുകി നല്ല തിക്കായി വരുന്നതാണ്. അപ്പോൾ ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് തടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ 1 കിലോ പേരയ്ക്ക എടുത്തായിരുന്നു. അത് തൊലി കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം 700 ഗ്രാമോളം ഉണ്ടായിരുന്നു. ആ പേരയ്ക്കയ്ക്ക് 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്കനുസരിച്ച് ചേർത്താൽ മതിയാവും. പാലൊഴിക്കും തോറും കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള പാല് മുഴുവനായിട്ട് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ലിറ്റർ ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ടൊന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് പറ്റി വരട്ടെ. ഇപ്പം നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒത്തിരി നമ്മൾ തിക്കാക്കി കഴിഞ്ഞാൽ പായസം ഇരിക്കും തോറും കുറച്ചുകൂടെ കട്ടിയാവും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം നേരം വെച്ചുകൊണ്ടിരിക്കാതെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു പേരയ്ക്കയുടെ പുറം ഭാഗം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ചെറിയ പീസസ് ആയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാനാണ്. കാരണം പായസത്തിൽ കടിക്കാനായിട്ടുള്ള ഒരു പീസുകളൊന്നും ഉണ്ടാവില്ല. കുറുക്ക് പോലുള്ള ഒരു പായസമാണ്. അപ്പോൾ ഇത് ഒരു അധികം പഴുക്കാത്ത ഇച്ചിരി പച്ച നോക്കിയുള്ള ഒരു പേരയ്ക്ക എടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗം ഇതുപോലെ ഫ്ലഷ് എല്ലാം തൊലിയോടുകൂടി തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇതുപോലെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ഒത്തിരി അങ്ങ് മൊരിയണ്ട, കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം. ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ വറുത്തെടുക്കാം. ഞാൻ 50 ഗ്രാം വീതമാണ് കാഷ്യൂനട്ട്സും കിസ്മിസും എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് പായസത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് റോസ്റ്റ് ചെയ്തെടുത്ത ഗ്രേറ്റ് ചെയ്ത പേരയ്ക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതെല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ചെറിയ തരികൾ എല്ലായിടത്തും ആയി. അപ്പോൾ അത് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സും കിസ്മിസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പേരയ്ക്ക പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പേരയ്ക്കയുടെ നല്ലൊരു ടേസ്റ്റ് അതിനകത്ത് നമുക്ക് മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.